വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബീഫ് കൊണ്ടൊരു അച്ചാറായാലോ? എത്ര കഴിച്ചാലും മതി വരില്ല. ഇതുണ്ടെങ്കിൽ പിന്നെ വേറൊരു കറികളും വേണ്ട. ഇതിനായിട്ട് ചെറുതാക്കി മുറിച്ച് കഴുകി വൃത്തിയാക്കിയ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. നെയ്യ് മാറ്റിയ ബീഫാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബീഫ് കുക്കറിൽ ഇട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. എന്നിട്ട് കുക്കർ അടച്ച് ഫസ്റ്റ് സ്റ്റീം വന്നതിന് ശേഷം ഫ്ലെയിം സിമ്മിലിടുക. എന്നിട്ട് 15 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുക. ഇളക്കി വെള്ളം പറ്റിയതിനു ശേഷം കട്ടിയുള്ള ചട്ടിയിലേക്ക് സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഒഴിക്കുക. പക്ഷേ ഒരിക്കലും വെളിച്ചെണ്ണ ഒഴിക്കരുത്. കാരണം വെളിച്ചെണ്ണ ഒഴിച്ചാൽ അച്ചാർ പെട്ടെന്ന് കേടായി പോകും. അതേസമയം ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലാണെങ്കിൽ കേടാകാതെ കുറേ നാളിരിക്കും. ഏകദേശം 1/2 കപ്പ് എണ്ണ ഒഴിച്ച് അതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ഇടുക. കുറച്ച് ഇളക്കിയതിനു ശേഷം 6-7 തണ്ട് കറിവേപ്പില ഇടുക. ഇനി അതിലേക്ക് 3 കുടം വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, 2 കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, നല്ല എരിവുള്ള പച്ചമുളക് 20 എണ്ണം വട്ടത്തിലരിഞ്ഞത് ഇടുക. എന്നിട്ട് നല്ലപോലെ മൊരിഞ്ഞു വരുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുക. മൊരിഞ്ഞതിന് ശേഷം പൊടികളിട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ അച്ചാറുപൊടി. കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളമൊഴിക്കുക. കൂടുതൽ ഡ്രൈ ആവാതിരിക്കാനാണ് വെള്ളമൊഴിക്കുന്നത്. അരപ്പ് കൂടുതൽ വേണമെന്നുള്ളവർ കുറച്ചും കൂടി വെള്ളമൊഴിക്കാം, ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ വിനാഗിരി. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഉപ്പും പുളിയും നോക്കി പോരെങ്കിൽ വീണ്ടും ഇടാം, ആവശ്യമനുസരിച്ച്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അച്ചാർ നന്നായി തണുക്കാൻ വെക്കുക.
അതിനുശേഷം ഉണങ്ങിയ ജാറിലേക്ക് മാറ്റി നല്ലവണ്ണം ടൈറ്റാക്കി മൂടുക. ചെറിയൊരു കുപ്പിയിൽ കുറച്ച് മാറ്റി വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് എടുക്കാം. വലിയ കുപ്പി എപ്പോഴും തുറന്നാൽ അച്ചാർ വേഗം കേടുവരും. അതുകൊണ്ട് 2 കുപ്പികളിലാക്കി വയ്ക്കുന്നതാണ് നല്ലത്. ചപ്പാത്തി, ചോറ്, അപ്പം എന്തിൻ്റെ കൂടെ ആണെങ്കിലും ഇതൊരെണ്ണം മതി. ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും ഗൾഫിലേക്കും ഒക്കെ കൊടുത്തുവിടാൻ ഇത് മാത്രം മതി. ഏറെ നാൾ കേടാകാതെ ഇരിക്കും. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക് യു.